ഹേ എവരിബഡി, നമ്മൾ എക്സാം ഒക്കെ ആണല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ എക്കണോമിക്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിയറി ആയിട്ട് നമുക്ക് പ്രോബ്ലം ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കാനും നമുക്ക് ചെറിയ ചെറിയ ഇക്വേഷൻസ് ഒക്കെ വരയ്ക്കാനുണ്ട്. അത് മൈക്രോയിലാണല്ലേ മെയിനായിട്ട് നമുക്ക് പ്രോബ്ലംസ് എന്ന് പറയാൻ മാത്രമുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമുക്ക് എസ് എ ആയിട്ട് ചോദിക്കും, നമുക്ക് ഷോർട്ട് എസ് എ ആയിട്ടൊക്കെ ചോദിക്കും. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 10 MCQ. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് 10 മാർക്ക് എന്ന് പറയുന്നത് MCQs ആണ്. അപ്പൊ ഈ MCQ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് ഷുവർ ആയിട്ട് അവിടെ കിട്ടും അല്ലേ. അപ്പൊ ഈ ഒരു സെഷനിൽ നിങ്ങൾ എന്താക്കുക, ആ ഒരു 10 മാർക്കിൽ ഒരു 8 മാർക്ക് അല്ലെങ്കിൽ ഒരു 5 മാർക്കെങ്കിൽ ഉറപ്പിച്ച് വെക്കുക. ഇങ്ങനെ ഒരുപാട് സെഷൻസ് ആയിട്ട് നമ്മൾ വരും. അപ്പൊ നിങ്ങളെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവുക. നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് തന്നെ ആയിരിക്കും അത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഈ ഒരു MCQ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം ഈ ഒരു MCQനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് അവിടെ ക്ലിയർ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അത് ബെനിഫിറ്റ് ആണ്. കാരണം എസ് ചെയ്താനും ഷോർട്ട് എസ് ചെയ്താനൊക്കെ നിങ്ങൾക്ക് പറ്റും. അപ്പൊ നമുക്ക് എന്തായാലും അധികം വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളെ ബോണ്ടുകൾ, ഗവൺമെന്റ് ഇഷ്യൂ ആയിട്ടുള്ള ബോണ്ടുകൾ ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്താണ്? അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അത് എക്സ്പാൻഷൻ ഓഫ് മണി സപ്ലൈ ആണോ, ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ മണി ആണോ, കോൺട്രാക്ഷൻ ഓഫ് മണി സപ്ലൈ ആണോ, ഡിക്രീസ് ഇൻ റെപ്പോ റേറ്റ് ആണോ? അപ്പൊ നമുക്കറിയാം ഓപ്പൺ മാർക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് അല്ലെ. എന്താണ്? നമ്മളെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോണിറ്ററി പോളിസിയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെ. RBI ഗവൺമെന്റ് ഇഷ്യൂ ആയിട്ടുള്ള ബോണ്ടുകൾ സെയിൽ ചെയ്യുക, അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സെല്ലിംഗ് ഓഫ് ബോണ്ട് എന്നാ പറഞ്ഞത്, ബോണ്ട് സെല്ല് ചെയ്യാണ്. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? ബോണ്ട് സെല്ല് ചെയ്യുമ്പോൾ ആളുകൾ ആ ബോണ്ട് വാങ്ങുമ്പോൾ അവരുടെ കയ്യിലുള്ള ക്യാഷ് ആർക്കാണ് കിട്ടുന്നത്? RBIക്കാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് മണി സപ്ലൈ അവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കോൺട്രാക്ഷൻ ഓഫ് മണി സപ്ലൈ ആണ് അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫേമസ് ബുക്ക് റിട്ടൺ ബൈ ജോൺ മെയ്നാർഡ് കെയ്ൻസ്. ആരാണ് മക്കളെ ജോൺ മെയ്നാർഡ് കെയ്ൻസ്? നമുക്ക് എല്ലാവർക്കും അറിയില്ല. ജെയിം കെയ്ൻസ് നമ്മൾ പറയില്ലേ, നമ്മുടെ മോഡേൺ എക്കണോമിക്സിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നതാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ബുക്ക് നമ്മൾ ഒരിക്കലും മറക്കില്ല. കാരണം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണല്ലോ അത്. ഇതാണ് അദ്ദേഹത്തിന്റെ ബുക്ക്. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിലൂടെയാണ് അദ്ദേഹം മാക്രോ എക്കണോമിക്സിന്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടുവന്നത്. Then next question. ഒരു കൺസ്യൂമറിന്റെ ഇൻകം ഇൻക്രീസ് ആവാണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു ഗുഡ്, ആ ഗുഡിന്റെ ഡിമാൻഡ് കുറയാണ് ചെയ്യുന്നത്. ഗുഡ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ ഒരു ഗുഡിന്റെ ഡിമാൻഡ് കുറയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഗുഡ് ഏതായിരിക്കും എന്നാണ് ഇവിടെ ചോദിച്ചത്. നോർമൽ ഗുഡ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണോ, കോംപ്ലിമെന്ററി ആണോ, അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ് ആണോ? ഈ ഗുഡ്സിനൊക്കെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ് ആ ഗുഡ്സിന്റെ പ്രൈസ് കൂടുമ്പോൾ നമ്മളെ ഡിമാൻഡിൽ വരുന്ന ഡിഫറൻസിനൊക്കെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് എന്താണ്? കൺസ്യൂമറിന്റെ ഇൻകം കൂടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരമായിട്ടുള്ള, ഇപ്പൊ ചായക്ക് പകരം കോഫി. ഇനി കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ ഒന്നിനോടൊപ്പം ആയിട്ടുള്ളതാണല്ലേ. കോംപ്ലിമെന്ററി എന്ന് പറയുന്നത് പെന്ന്, ഇങ്ക് എന്നൊക്കെ പറയുമ്പോൾ അതൊരു കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ്. പക്ഷെ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചീപ്പ് ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ. അപ്പൊ നമ്മൾ ഇൻകം കൂടുമ്പോൾ നമ്മൾ ചീപ്പ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ വാങ്ങുമോ? ഇല്ലല്ലോ. നമ്മൾ ഇൻകത്തിനനുസരിച്ച് നമ്മൾ നല്ല സാധനങ്ങൾ വാങ്ങാനേ നോക്കുള്ളൂ. അപ്പൊ ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് ഇൻഫീരിയർ ഗുഡ്സിന്റെ ഡിമാൻഡ് ആയിരിക്കില്ലേ കുറയാ. യെസ്, അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഇൻഫീരിയർ ഗുഡ്സ് ആണ്. ഈ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. റിട്ടേൺ ടു സ്കെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുള്ള 3 സ്റ്റേജുകളാണല്ലോ നമ്മൾ റിട്ടേൺ ടു സ്കെയിലിനുള്ളത്. ഏതൊക്കെ? ഇതിൽ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒന്ന് മാത്രം അതിന്റെ സ്റ്റേജ് അല്ല. ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ഡിക്രീസിങ് ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്. ഏതാണ്? യെസ്, നെഗറ്റീവ് റിട്ടേൺ ടു സ്കെയിൽ ആണ് അല്ലെ. നെഗറ്റീവ് അതിലില്ല, ആ ഒരു സ്റ്റേജ് അതിലില്ല. ബാക്കി 3 സ്റ്റേജുകളും നമ്മൾ റിട്ടേൺ ടു സ്കെയിലിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനാണ് അല്ലെ. ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? നമുക്കറിയാം പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലെ. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കോ, ഇൻഫിനിറ്റി ആയിരിക്കോ, യൂണിറ്ററി ആയിരിക്കോ, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും? ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പോവുകയാണല്ലേ, നമുക്ക് എത്രന്നൊന്നും അറിയില്ല. അപ്പൊ ഇൻഫിനിറ്റി ആണല്ലോ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യെസ്, ഇൻഫിനിറ്റി ആണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് അതാണല്ലോ, അതെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആയിരിക്കും, പ്രൈസ് ടേക്കർ ആണ്, ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ്, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് നമുക്കറിയാം. ഇതിൽ ഏതായിരിക്കും അതിലല്ലാത്തത്? പ്രൈസ് ടേക്കർ. അത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവിന്റെ ഒരു ഫീച്ചർ ആണ്. ഹോമോജീനിയസ് ഗുഡ്സ് ആണ് അവർ വിൽക്കുന്നത്, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്, ഒക്കെ ശരിയാണ് അല്ലെ. ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി മാർക്കറ്റ് അതുണ്ടോ? അത് അതിന്റെ ഫീച്ചർ ആണോ? അല്ല അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി ആണല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെ പഠിച്ച്, അതായത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ 3 ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് പഠിക്കാൻ കഴിഞ്ഞില്ലേ. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് നമ്മൾ പഠിച്ചത്, അതിന്റെ ഫീച്ചറും നമ്മൾ പഠിച്ച്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷോർട്ട് എസ്സേ ആയിട്ട് നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതൊരു ബെനിഫിറ്റ് അല്ലേ. ഇപ്പൊ നമ്മളിത് പഠിച്ചു കഴിഞ്ഞില്ല. ഇപ്പൊ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണതെന്നുണ്ടെങ്കിലും ഒരു ഷോർട്ട് എസ്സേ എഴുതാൻ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താണ് ആലോചിക്കേണ്ടത്? നമ്മളെ ഗ്രാഫ് നമ്മൾ ആലോചിക്കണം. എങ്ങനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി? ഇങ്ങനെയാണല്ലേ പോവാ. ഓക്കെ, ഫസ്റ്റ് ഇൻക്രീസിങ് ആയിരിക്കും, ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഡിക്രീസിങ് ആയിരിക്കും. പിന്നെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, ഫസ്റ്റ് ഇൻക്രീസിങ് ആയിരിക്കും, ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഡിക്രീസിങ് ആവും, പിന്നെ അത് നെഗറ്റീവ് ആവാണ് ചെയ്യുക. അപ്പൊ ഈ നെഗറ്റീവ് ആവുന്ന ടൈമില്, മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആവുന്ന ടൈമിൽ ടോട്ടൽ യൂട്ടിലിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ ഈ ഒരു ഗ്രാഫ് നമ്മളെ മൈൻഡിലേക്ക് പെട്ടെന്ന് തന്നെ വന്നില്ലേ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ. എന്താണ് അത്? റൈസ് ചെയ്യാണോ ചെയ്യുന്നത്, കോൺസ്റ്റന്റ് ആവാണോ, ഫോൾ ചെയ്യാണോ, 0 ആവണോ? നോക്ക് മക്കളെ, ഇതാണ് നമ്മളെ മാർജിനൽ യൂട്ടിലിറ്റിന്റെ ഗ്രാഫ് അല്ലേ. ഇത് റൈസ് ചെയ്യുമ്പോൾ നമ്മളെ ടോട്ടൽ യൂട്ടിലിറ്റിയും റൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ അത് ഫോൾ ചെയ്യുന്നുണ്ട്, അപ്പോഴും ഏകദേശം റൈസിങ് തന്നെയാണ്. പിന്നെ അത് നെഗറ്റീവ് ആവാണ്. നെഗറ്റീവ് ആകുമ്പോൾ എന്താണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ നെഗറ്റീവ് ആകുമ്പോൾ ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്താവാണ്? ഫോൾ ചെയ്യാണല്ലേ ചെയ്യുന്നത്. അത് കുറഞ്ഞു വരാം, ഡിക്രീസിങ് ആവാണല്ലേ ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മളെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെക്നോളജിക്കൽ പ്രോഗ്രസ് ലീഡ്സ് ടു. ഒരു ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അത് നമ്മളെ സപ്ലൈനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലെ. ലെഫ്റ്റ് വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ആവും. നമ്മൾ ഷിഫ്റ്റ് പഠിച്ചിട്ടില്ല, സപ്ലൈ കേബിൾ ലെഫ്റ്റ് വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട്, റൈറ്റ് വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട് അല്ലെ. നമ്മൾ ഷിഫ്റ്റ് പഠിച്ചിട്ടേ ബാക്ക് വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ആവാണോ, ഡിക്രീസ് ആണോ, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണോ? ഏതാണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? യെസ്, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് അല്ലെ. ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നല്ലൊരു കാര്യമല്ലേ. അപ്പൊ അങ്ങനെ ഒരു ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ അതെന്താണ് റൈറ്റ് വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ആവാണ് ചെയ്യുക. ഓക്കെ, ദെൻ 9th ക്വസ്റ്റ്യൻ നോക്കാം. ലിക്വിഡിറ്റി ട്രാപ്പിലെ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എങ്ങനെയായിരിക്കും? ഇൻഫിനിറ്റി ആണോ, 0 ആണോ, യൂണിറ്റി ആണോ, അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ? എങ്ങനെയായിരിക്കും? അപ്പൊ നമുക്കറിയാം എന്താണ് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ. ഡിമാൻഡ് ഫോർ മണിക്ക് 3 മോട്ടീവുകളാണുള്ളത്. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, പ്രിക്വേഷണറി ഡിമാൻഡ് ഫോർ മണി അല്ലെ. ഇതിൽ സ്പെക്യുലേറ്റീവിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. എന്തെങ്കിലും സ്പെക്യുലേറ്റീവ് എന്ന് പറഞ്ഞാല് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു റിട്ടേൺ, ഫ്യൂച്ചറിൽ ഒരു റിട്ടേൺ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എന്താക്കാം, ക്യാഷ് നമ്മൾ മാറ്റി വെക്കുന്നതിനാണ് നമ്മൾ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താ? നമ്മൾ അതിന്റെ ഒരു ചെറിയൊരു ടോപ്പിക് പഠിച്ചിട്ടുണ്ടല്ലേ, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തേലും ഇൻട്രസ്റ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ആളുകൾ പെട്ടെന്ന് ക്യാഷ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫ് എങ്ങനെയായിരുന്നു? അതായത് ഇങ്ങനെ ആയിരുന്നില്ല അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഡിമാൻഡ് കൂടി, സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് കൂടി വരും. പിന്നെ അത് എന്താവും? പിന്നെ ഒരു ഇൻഫിനിറ്റി ആയിട്ട് പോവാണല്ലേ ചെയ്യുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ, നമ്മൾ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആണ് പോകുന്നത്. ആളുകൾ ഇങ്ങനെ ക്യാഷ് ആക്കി മാറ്റുമ്പം ആളുകൾ എല്ലാവരും ഇങ്ങനെ ക്യാഷ് ആക്കി മാറ്റാണല്ലേ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ. അപ്പൊ ആളുകളുടെ കയ്യിലൊക്കെ കൂടുതൽ ക്യാഷ് ഉണ്ടാവില്ലേ, അത് ഡിമാൻഡ് കൂടാണല്ലേ ക്യാഷ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അതാണല്ലേ നമ്മൾ പഠിച്ചതാണ് എന്താണ് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഇൻഫിനിറ്റി ആണ് അല്ലെ. അപ്പൊ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ആളുകൾ കയ്യിൽ കൂടുതൽ ക്യാഷ്, നമ്മളെ ബോണ്ട് നമ്മൾ ക്യാഷ് ആക്കി മാറ്റുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് പിന്നെ അതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകില്ല. ഈ ഒരു പോർഷൻ ആണ് നമ്മുടെ ലിക്വിഡിറ്റി ട്രാപ്പിന്റെ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഇൻഫിനിറ്റി ആണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. MPS 0.7 ആണെന്നുണ്ടെങ്കിൽ MPC എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ നമുക്കറിയാം MPS ഉം അതേപോലെ തന്നെ MPC യും തമ്മിലുള്ള
സം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1 ആയിരിക്കും അല്ലെ? ആ ഒരു ട്രിക്ക് നമുക്ക് അറിയാം. ഇത് 2 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 1 എന്നുള്ളത് കിട്ടണം. ഇവിടെ MPS 0.7 നമുക്ക് തന്നിക്കണം. അപ്പൊ MPS എന്ന് പറഞ്ഞാൽ 0.7. ഇതിനോട് എന്തോ ഒന്ന് കൂട്ടിയാലാണ് നമുക്ക് MPC കിട്ടുക. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മാത്സ് ആണ് അല്ലെ? എത്ര ആയിരിക്കും അതിന്റെ ആൻസർ? യെസ്, 0.3 ആണല്ലോ നമുക്ക് ആൻസർ ആയിട്ട് വരാം. 0.7 പ്ലസ് 0.3 എന്ന് പറഞ്ഞാൽ എത്ര? 1 ആണ്. യെസ്, എല്ലാവർക്കും അറിയാൻ മതിയാവും അല്ലെ? നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് 10 കൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ടോപ്പിക്കും കൂടി നമ്മൾ പറഞ്ഞപ്പോൾ ആ ഒരു കൺസെപ്റ്റ് കൂടി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇതേപോലത്തെ ഇനിയും വീഡിയോസ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്താക്കുക, വീഡിയോക്ക് വേണ്ടി കാത്തുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.